ദൈവനാമത്തിൻ്റെ മഹത്വം. വചനപ്രഭാതമെന്ന ഈ ശുശ്രൂഷ അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന ശുശ്രൂഷയോട് ചേർന്ന് പവർവിഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. പവർവിഷനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ശുശ്രൂഷകന്മാരായ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് നന്ദി. പവർവിഷൻ ടീമിൻ്റെ കൂട്ടായ പരിശ്രമത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഫലമാണ് ഈ ശുശ്രൂഷകൾ ഇത്രയും ചിട്ടയോടുകൂടെ സമൂഹമധ്യത്തിലെത്തിക്കുവാൻ കഴിയുന്നത്. പ്രഭാതത്തിൽ തന്നെ നമുക്ക് ധ്യാനിക്കാനുള്ള വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. 25-ാം സങ്കീർത്തനം 10-ാം വാക്യം. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവും ആകുന്നു. ദൈവത്തിൻ്റെ പാതകൾ അഥവാ വഴികൾ, മാർഗങ്ങൾ, നടത്തിപ്പുകൾ ഇതെല്ലാം ദയയും അഥവാ ദയയോട് കൂടിയതും സമ്പൂർണതയും ഉള്ളതുമാണ്. സത്യവുമാണ് ദൈവത്തിൻ്റെ പാതകൾ. എന്നാൽ എല്ലാവർക്കും അല്ലാതാനും. എന്നോട് പറയാം, ദൈവത്തിൻ്റെ പാതകൾ അഥവാ മാർഗങ്ങൾ, നടത്തിപ്പുകൾ അത് സത്യമാണ്, ദയയാണ്. ദയ എന്ന് പറയുമ്പോൾ ലവിങ് കൈൻഡ്നസ് എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന് എന്നോടുള്ള ദയയും സത്യമെന്നത് പൂർണ്ണതയുള്ള എന്ന അർത്ഥത്തിലെടുക്കണം. സങ്കീർത്തനം 18:30 യഹോവയുടെ വഴി തികവുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ പാതയ്ക്കല്ല കുഴപ്പം, എൻ്റെ മനസ്സിനാണ് കുഴപ്പം. ദൈവത്തിൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. ആർക്ക്? അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നു, യഹോവയുടെ നിയമവും സാക്ഷ്യവും പ്രമാണിക്കുന്നവർ. ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവിടുത്തെ കൽപ്പന ഭാരമുള്ളതല്ല എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദൈവകൽപ്പന ഭാരമുള്ളതാകാതിരിക്കുന്നത്, ഭാരമില്ലാതാക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് വീണ്ടും ഓർക്കുന്നു. ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു പാടത്തിൻ്റെ വരമ്പത്തൂടെ നടന്ന് പ്രാർത്ഥന നടക്കുന്ന വീട്ടിലെത്തുന്നു. അവിടെ നിൽക്കുന്ന സഹോദരിമാരിൽ ചിലർ ഈ അമ്മയുടെ ഭാരം കണ്ടിട്ട് ആ കുഞ്ഞിനെ മേടിക്കുന്നു. അമ്മ ശരിക്കും കിതയ്ക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. 2 വയസ്സിൽ കൂടുതലുള്ള കുഞ്ഞാണ്. സഹോദരി കുട്ടിയെ വാങ്ങിയിട്ട് 1-2 മിനിറ്റ് കൊണ്ട് അവർ മടുത്തു. മറ്റാരും കാണാതെ താഴോട്ട് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തൊരു കനമാ. അപ്പോ ഇതിനേക്കാൾ ദൂരം സമയം പാടത്തിൻ്റെ വരമ്പിലൂടെ മറ്റേ സഹോദരിക്ക് ആ കുഞ്ഞിനെ എടുത്തപ്പോൾ ഭാരം തോന്നിയില്ല. ക്ഷീണം തോന്നി, അത് ശാരീരികമാണ്. പക്ഷെ മനസ്സുകൊണ്ട് എന്നാ കനാന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല.
എന്താ കാര്യം? കുഞ്ഞിനെ അത്രമാത്രം സ്നേഹിക്കുന്നു അതും. അപ്പോൾ സ്നേഹിക്കുന്നവർക്ക് കൽപ്പന ഭാരമുള്ളതല്ല. അതുപോലെ പ്രമാണിക്കുന്നവർക്ക് വഴി ദയയുള്ളതാണ്. മനസ്സിലായവർക്കായി നന്ദി. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാക്കി തരേണ്ടതിന് ഞങ്ങൾ പരിശ്രമിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കാം. നാം ദൈവവചനത്തെ പ്രമാണിക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തരുന്ന വഴികൾ അതെല്ലാം ദയയുള്ളതും സത്യമുള്ളതുമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.